മുസ്ലിമായ മുഅ്മിനീങ്ങളായ ആളുകളുടെ വിഷയം രഹസ്യ സ്വഭാവമല്ല. മുസ്ലിമീങ്ങൾ ഒരിക്കലും ദീനിന്റെ വിഷയത്തിൽ ആരും കാണാതെ ഒളിച്ചിരുന്ന് യോഗം ചേരേണ്ട ഒരു കാര്യമില്ല എന്നാ, അങ്ങനെ ചെയ്തുകൂടാന്ന്. അതിൽ ചില സംശയങ്ങൾ വരും. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഇദാ റഅയ്ത അന്നാസ യതനാജൗന ഫീ അംരി ദീനിഹിം ഫഅരിഫ് അന്നഹും അലാ ദസീസ. ഇദാ റഅയ്ത അന്നാസ യതനാജൗന ഫീ അംരി ദീനിഹിം, മുസ്ലിമീങ്ങളായ ആളുകൾ അവരുടെ ദീനിന്റെ വിഷയമാണ് എന്ന് പറഞ്ഞിട്ട് രാത്രി ആരും കാണാത്തിടത്ത് ഒരുമിച്ചുകൂടി രഹസ്യ സ്വഭാവത്തിൽ അവര് പരസ്പര സംഭാഷണമോ മീറ്റിങ്ങോ കൂടുന്നത് നിങ്ങൾ കാണുകയാണെങ്കിൽ, ആരായി പറയണത്? അഞ്ചാം ഖലീഫ എന്നറിയപ്പെടുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മറ്റൊരു പതിപ്പെന്നറിയപ്പെടുന്ന സയ്യിദുസ് സാഹിദീൻ, ഖർനുൽ അവലിന്റെ 1-ാം നൂറ്റാണ്ടിന്റെ മുജ്തഹിദ് എന്ന് ഉലമാ പറഞ്ഞ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, മുജ്തഹിദ് അല്ല മുജദ്ദിദ് എന്ന് മഹാന്മാർ പറഞ്ഞ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ഓരോ 100 കൊല്ലത്തിനും ദീനിനൊരു മുജദ്ദിദ് വരും, ഒരു റിഫോർമർ, ദീനിനെ ഉണർത്തുന്ന ആളുകൾ. അങ്ങനെ ആദ്യത്തെ നൂറ്റാണ്ടിൽ ദീൻ കിട്ടിയ ആദ്യത്തെ മുജദ്ദിദാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എന്ന് ഉലമാ പറയാറുണ്ട്. ആ മഹാനുഭാവൻ പറയുകയാണ്, ഹിക്മത്ത് സംസാരിക്കുന്ന മഹാനാണിത്. ഭരണാധികാരിയായിരുന്നിട്ടും അത്രമേൽ സൂക്ഷ്മതയിൽ ജീവിച്ച ആബിദും വരിഉം മുത്തഖിയുമായ മഹാൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ഇദാ റഅയ്ത അന്നാസ, മുസ്ലിമീങ്ങളായ ആളുകൾ യതനാജൗന ഫീ അംരി ദീനിഹിം, അവരുടെ ദീനിന്റെ വിഷയമാണെന്ന് പറഞ്ഞ് രാത്രി ആരും കാണാത്തിടത്ത് ഒരുമിച്ചുകൂടി സ്വകാര്യത്തിൽ അവരെന്തെങ്കിലും ഒരു രഹസ്യ മീറ്റിങ്ങോ ഒരു അജണ്ടയോ ഉണ്ടെങ്കിൽ ഫഅരിഫ്, നിങ്ങൾ അറിയണം, അന്നഹും അലാ ദസീസ, അവരിൽ വഴിപിഴച്ച ഒരു വിഷയമുണ്ട്, അവരുടെ വിഷയം അപകടമാണ്, അവരുടെ കൂട്ടത്തിൽ ഒരു അപകടത്തിന്റെ സൂചനയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇസ്ലാമിന്റെ വിഷയം, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ വിഷയം അത്രമേൽ വ്യക്തമാണ്. ഇവിടെ ഒളിപ്പിച്ചു വെക്കേണ്ട ഒരു കാര്യവുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹി മുഹമ്മദുർ റസൂലുള്ളാഹ്, അത് ആണിനും പെണ്ണിനും, വിദ്യാഭ്യാസമുള്ളവരും ഇല്ലാത്തവരും, പണ്ഡിതനും പാമരനും, മുതലാളിയും സാധാരണക്കാരനും ഒരുപോലെ എപ്പോഴും അവർക്ക് പറയാവുന്ന വിശ്വസിക്കാവുന്ന വിശ്വാസമാണ് ഇസ്ലാമിൻ്റേത്. അത് പരസ്യമാണ്, ഇതിലൊന്നും ഒളിച്ചു വെക്കാനില്ലല്ലോ, ഒളിച്ചു വെക്കാനില്ല. നമ്മുടെ മദ്രസ പാഠപുസ്തകങ്ങളെ സംബന്ധിച്ചൊക്കെ ചില വമ്പന്മാർ വെറുതെ തട്ടിവിട്ടപ്പോഴാ കോവിഡ് വന്നത്. അതിൻ്റെ വലിയൊരു അനുഗ്രഹം എന്താണെന്നറിയോ? യൂട്യൂബിൽ നമ്മുടെ മദ്രസയുടെ മുതഅല്ലിമീങ്ങൾ പഠിക്കുന്ന വിഷയം ഉസ്താദുമാർ ലൈവ് ക്ലാസ് എടുക്കുന്നത് നമ്മുടെ സമസ്തയുടെ തന്നെ ചാനലുകളിൽ വന്നു. അപ്പോഴാണ് എന്തായി 1-ാം ക്ലാസ് പഠിപ്പിക്കുന്നത്, എന്താ 2-ാം ക്ലാസ് പഠിപ്പിക്കുന്നത്, എന്താ 7-ാം ക്ലാസ്സിലെ പാഠപുസ്തകം, എല്ലാം പച്ചയിൽ കാണാൻ പറ്റി. എന്തേ? ഇതിലൊന്നും മറച്ചു വെക്കാനില്ല.